അവകാശി പൊന്നും പൊട്ടും വിറ്റിട്ട് അതിനുശേഷം എന്താണെന്ന് നമുക്ക് കാണേണ്ടത്. അപ്പോ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത് വരാപ്പുഴയും കോട്ട മുനമ്പം പ്രശ്നത്തിന് പരിഹാരം വേണം. മുനമ്പം പ്രശ്നത്തിന് പരിഹാരം വേണം. മുനമ്പം പ്രശ്നത്തിന് പരിഹാരം വേണം. മുനമ്പം പ്രശ്നത്തിന് പരിഹാരം വേണം. അഭിവാദ്യങ്ങൾ 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 മുനമ്പം നിവാസികൾക്ക് അഭിവാദ്യങ്ങൾ. മുനമ്പം നിവാസികൾക്ക് അഭിവാദ്യങ്ങൾ. നമ്മുടെ ശക്തി ക്ഷയിക്കില്ല. ആരെയും അട്ടിമറിക്കാനല്ല, അധികാരത്തിൽ കയറാനല്ല, അവകാശങ്ങൾ കവരാനല്ല, ജീവിക്കാനാണ് ഈ സമരം. ജീവിക്കാനാണ് ഈ സമരം. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റത്തിൻ്റെ പ്രതിനിധികൾ പ്രകടനമായി സമരപ്പന്തലിലെത്തി. പറവൂർ ഫൊറോന കൺവീനർ പ്രകാശ് പി ജോൺ നേതൃത്വം നൽകി. അതിരൂപത അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണി പ്രസംഗിച്ചു. വിശ്വാസത്തിന്റെ മുമ്പിൽ, നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുമ്പിൽ ഏത് അധികാരികളും ആരും തന്നെ തകർന്നടിച്ച് നിലംപരിശാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒരു അധികാരികൾക്കും നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുനാഥൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം എന്ന് പറഞ്ഞ് തന്റെ നയപ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് തന്റെ സുവിശേഷവൽക്കരണം ആരംഭിച്ചത് തന്നെ. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിച്ചത് തന്നെ. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ഒരു തരത്തിൽ അടിച്ചമർത്തപ്പെട്ടവരായി മാറുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എവിടെയെല്ലാം അടിച്ചമർത്തപ്പെട്ട ജനത ഉറക്ക ശബ്ദിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം അടിച്ചമർത്തപ്പെട്ട ജനത ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ഉറക്ക വിളിച്ചിട്ടുണ്ടോ, അവരെല്ലാവരും വിജയം കണ്ടേ മടങ്ങിയിട്ടുള്ളൂ. കോർ ഗ്രൂപ്പ് മെമ്പർ ഷിജോ മാത്യു സംസാരിക്കുകയുണ്ടായി. ആഗമനം നേരിടുന്ന പല പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരികയാണ്. വഖഫിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഒരു സമുദായം പ്രീണന നയത്തിന്റെ പേരിൽ ആ സമുദായത്തിൽ നിന്ന് തന്നെ പല പ്രഗത്ഭരായ മത നേതാക്കന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കണം. ഈ പ്രശ്നം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ടതല്ല. കേരളീയ പൊതുസമൂഹത്തിൻ്റെ വലുതായ മാനവ മൈത്രിയെ തകർക്കത്തക്ക രീതിയിൽ ഇതിനെ മുന്നോട്ട് പോകുവാൻ അനുവദിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞപ്പോഴും നേരത്തെ ഷൈജു സാർ സൂചിപ്പിച്ചതുപോലെ വഖഫിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ അധികാരം സംരക്ഷിക്കുക എന്നൊരു വിഭാഗം, മറ്റൊരു വിഭാഗം പറയുന്നത് സ്വമേധയാ അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതായ ആനുകൂല്യങ്ങൾ റവന്യൂ റെക്കോർഡ് പ്രകാരം അനുവദിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു. ഇതെല്ലാം പറയുമ്പോഴും ഇതിനൊരു തീർപ്പ് കൽപ്പിക്കുവാൻ സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. മുനമ്പം ഭൂസംരക്ഷണ സമിതി സെക്രട്ടറി സിജി ജിൻസൺ സംസാരിച്ചു. നിരാഹാര സമരം ഇന്ന് 35ാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റം സമിതിയെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഏകദേശം 610 കുടുംബങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് എളുപ്പത്തിൽ സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഭൂസംരക്ഷണ സമിതി അംഗങ്ങൾ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റ സമിതിക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മൂവാറ്റുപുഴയിൽ നിന്നും എത്തിയ MJ ഷാജി മണിക്കൂറോളം വഖഫിന്റെ ഡമ്മി ബോഡി ചുമന്നുകൊണ്ട് മുട്ടിമേൽ നിന്ന് പ്രതിഷേധിച്ചു. ജോയി പടയാട്ടി, ജോണി കൂട്ടാല, സോജൻ കുര്യൻ, ജോസൂട്ടി കരിയിൽ, ബെന്നി ഫ്രാൻസിസ്, പാപ്പച്ചൻ ആത്തപ്പള്ളി, CJ ജോയ് എന്നിവർ നേതൃത്വം നൽകി. സമരത്തിന് പിന്തുണ നൽകി നിരവധി പേർ മുൻപത്ത് വന്നുകൊണ്ടിരിക്കുന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.